ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പത്മയ്ക്ക് തിരിച്ചടി കിട്ടാൻ പോവുകയാണ് കേട്ടോ. നന്ദിനിയോട് ചെയ്തതിന് പത്മയുടെ കുടുംബത്തിൽ ആ മരണം ഇനി സംഭവിക്കുകയാണ്. അത് ഗംഗയിലൂടെയാണ് പത്മയ്ക്ക് തിരിച്ചടി കിട്ടുന്നത്. കാരണം എന്തിനും ഏത് സമയത്തും നന്ദിനിയെ ഇങ്ങനെ പുച്ഛിക്കുന്ന പത്മയുടെ ആ വാക്കുണ്ടല്ലോ, അതിന് ഇനി അറുതി വരികയാണ്. പത്മ നന്ദിനിയുടെ കാല് പിടിച്ച് കരയുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ആ ഒരു കഥയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ നന്ദിനി രക്ഷപ്പെടുകയാണ്. ഈ ഒരു ബർത്ത്ഡേക്ക് നന്ദിനി എത്തുന്നുണ്ട്, കേക്ക് മുറിക്കുന്നുണ്ട്. നന്ദിനിയുടെ വായിൽ പത്മക്ക് വെച്ച് കൊടുക്കേണ്ട അവസ്ഥ വരെ ആവുന്ന ആ ഒരു സീനൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നടക്കാൻ പോകുന്നത് പത്മയുടെ കുടുംബത്തിൽ നേരിട്ട് കയറി വരികയാണ് ഗംഗ. അവിടെ ഒരു തോൽവി ഉണ്ടായല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മയുടെ കുടുംബത്തിലോട്ട് നേരിട്ട് കയറി വരികയാണ് ഗംഗ. എന്നിട്ട് പ്രതികാരം ചെയ്യാൻ തന്നെ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗ ആദ്യം ഒരു ആപ്പിളിൽ വിഷം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ സമയമാണ് പത്മയുടെ ആങ്ങളെയും അതുപോലെ അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടി കയറി വരുന്നത്. അപ്പോൾ അവർക്ക് 2 മക്കളാണ്, അതിലൊരാണും ഒരു പെണ്ണും. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൂര്യയെ കൊണ്ട് പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുക, അതുപോലെ തൻ്റെ മകനെ കൊണ്ട് ഈ പറയുന്ന വേദയെ കല്യാണം കഴിപ്പിക്കുക. ഈ 2 ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ അവർ കയറി വരുന്നത്. പക്ഷേ പത്മയ്ക്ക് ഇതൊന്നും അറിയില്ല. പത്മയാണെങ്കിലോ വരുമ്പോൾ തന്നെ പത്മ ആ ഒരു ലക്ഷ്യം ആദ്യം പത്മ മുന്നിൽ കാണുകയാണ്. തൻ്റെ മക്കളെ അതായത് കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇവർ ഈ കാര്യം, അതായത് വേദയുടെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ വേദക്കാണെങ്കിലും പറയാൻ വാക്കുകളില്ല. വേദക്ക് വലിയ സന്തോഷമാവാണ്. പക്ഷേ ഇവിടെ സൂര്യ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഈ മുറപ്പെണ്ണിനുണ്ട്, അവൾക്ക് വലിയ ദേഷ്യം വരികയാണ്. അതും ഒരു വേലക്കാരി എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാലും പോരാ, ഒരുപാട് അപമാനിക്കുന്നുണ്ട്. നന്ദിനിയെ ഓരോ തരത്തിലും വേദനിപ്പിക്കും. അതിൽ സൂര്യ ഇടപെടുമ്പോൾ ഈ ഒരു മുറപ്പെണ്ണ് കാരണം നന്ദിനിയും സൂര്യ ഇനി ഒരു ബെഡിൽ കിടക്കുന്ന ആ അവസ്ഥ വരെ ഈ പെൺകുട്ടി കാരണം സൂര്യ നന്ദിനിയെ ഒപ്പം കെടുത്തുകയാണ്. അടുക്കൽ ജോലിയിൽ നിന്ന് നന്ദിനിയെ റിമൂവ് ചെയ്യിപ്പിക്കും. ഇനി ചെയ്യാൻ പാടില്ല, എല്ലാ പണികളും ഇനി ചെയ്യേണ്ടത് ഈ പറയുന്ന രാജുവേട്ടനാണ്. എൻ്റെ ഭാര്യ ഇനി വീട്ടിൽ ആർക്കും വെച്ചുണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഈ സമയം നന്ദിനി വേദയെ ഈ പത്മയുടെ ആങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ആ ഒരു ചടങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ സൂര്യക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സൂര്യ പറയാണ് അത് ചെയ്യരുത്, ഇവൻ ഒരു ഫ്രോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനാണെങ്കിലോ കൂടുതൽ ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അടിപൊളിയാണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ ബോധിപ്പിക്കാൻ നടക്കുകയാണ്. അതായത് ഞാൻ കള്ളു കുടിക്കില്ല, എനിക്കൊരു ചീത്ത പ്രവൃത്തിയില്ല, എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല, ആരോടധികം വഴക്ക് കൂടില്ല, ഞാൻ നല്ല പെരുമാറ്റമുള്ളവനാണ് എന്നിങ്ങനെ പത്മയുടെ ഉള്ളിൽ ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ പത്മക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ. പത്മയുടെ ഉള്ളിൽ പകയാവുകയാണ്. പത്മ ചിന്തിക്കുകയാണ്, എൻ്റെ മകൻ ഇതുപോലത്തെ ഒരു മകനല്ലല്ലോ എന്ന് പത്മ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, നീ ഏതിനും വാശിയാണ് നിനക്ക് വലുത്, എന്നാൽ എൻ്റെ ആങ്ങളയുടെ മകനെ കണ്ട് പഠിക്കടാ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറയുന്നുണ്ട് വേദേ, അവന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട, അവന് ഇരട്ട മുഖമുണ്ട്, അവൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണും. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങൾ ഒരുപാട് കരയും. നിങ്ങൾക്ക് വെച്ച ശിക്ഷ, അതായത് കാലം കരുതി വെച്ച ശിക്ഷ നിങ്ങളുടെ ആങ്ങളയുടെ കൈ കൊണ്ടായിരിക്കും. ഇത് നിങ്ങൾ ചിന്തിച്ചോ, മറക്കണ്ട എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾ ഈ ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴും ആ വാക്കിന് ഒരു വിലയും പത്മ നൽകിയിട്ട് കേട്ടോ. ഇതേ സമയം വേദയോടുള്ള സ്നേഹം കൊണ്ട്, നീ എൻ്റെ കുഞ്ഞു പെങ്ങളാണ്, നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കുണ്ടാവാറുണ്ട്, പക്ഷെ അവനെ പോലെ ഒരു ഫ്രോഡിനെ നീ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ വേദ പറയണേ, നീ എൻ്റെ പണി നോക്ക്, എനിക്ക് എൻ്റെ അമ്മയാണ് ഏറ്റവും വലുത്, എൻ്റെ അമ്മ പറഞ്ഞ വിവാഹത്തിനോടാണ് എനിക്ക് യോജിപ്പ് എന്ന് വേദയും പറയും കേട്ടോ. സമയം താൻ വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. എങ്കിലും കൂടിയിട്ട് വേദയുടെയും പത്മയുടെയും മുഖത്തടിച്ച് പറയണേ, നിങ്ങളുടെ ആങ്ങളുടെ മകൻ എന്ന് പറയുന്നത് ഒരു ഫ്രോഡാണ്, അതിലൊരു ദുരൂഹതയുണ്ട്, അവരെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെ US നിന്ന് കയറി വന്നു എന്ന് കരുതി അവൻ ഒരു ഫ്രോഡല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവനെക്കുറിച്ച് അന്വേഷിച്ച് വേദയെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പത്മ കേൾക്കില്ല കേട്ടോ.
അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ നന്ദിനിയും ഇവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നല്ല പയ്യൻ, ഇപ്പോൾ ആപ്പിളിൽ വിഷം വെച്ചു, അവളുടെ അച്ഛൻ മരിച്ചു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, പ്രത്യേകിച്ച് സുരിസാറിൻ്റെ മുറപ്പെണ്ണ് എന്നെ കുറ്റപ്പെടുത്തി. അവൾ കുറ്റപ്പെടുത്തിയപ്പോൾ അവളുടെ ആങ്ങള അതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് നോക്കുക. അവന് നല്ല സ്വഭാവമാണ്. നന്ദിനി, നീ ഒരാളെ വിലയിരുത്തരുത്. അതുപോലെ മദ്യപിക്കാൻ ഇങ്ങനെ വിളിക്കും, പിന്നീട് സൂര്യയാണ് മദ്യപിച്ചത് എന്ന് വരുത്തി തീർക്കും. അപ്പോഴും നന്ദിനി അവിടെ സൂര്യയെ വഴക്ക് പറയും. അങ്ങനെ 2-3 സീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നീട് ഇവൻ്റെ മുഖം ഇങ്ങനെ മാറിത്തുടങ്ങുകയാണ്. ഇവരുടെ വിവാഹ നിശ്ചയ സമയമാകുമ്പോൾ നന്ദിനിയുടെ റൂമിലോട്ട് ക്യാമറ വെച്ച് നന്ദിനി ഡ്രസ്സ് മാറ്റുന്ന ആ ഒരു സീൻ എടുക്കാൻ നോക്കും. അപ്പോഴെങ്ങനെ നന്ദിനി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നന്ദിനിക്ക് ഓരോ ദിവസവും ഇവനൊരു ഫ്രോഡാണെന്നുള്ള സത്യം മനസ്സിലാകുമ്പോൾ സൂര്യയോട് പറയുകയാണ്, സൂര്യ സാർ പറഞ്ഞത് ശരിയാണ്, സത്യം തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ ഈ സമയം, ഈ ഒരു വിവാഹ സമയം എത്തുകയാണ്. വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം വരികയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വേദയുടെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട്. അവൾ വരുന്ന സമയത്ത് അവളിവിടെ വേദയുടെ കൂടെ നിൽക്കാൻ വേണ്ടി വരികയാണ്. ആ പെൺകുട്ടി ഇതേപോലെ ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലോട്ട് കയറുകയാണ്. ആ കയറുന്ന സമയമാണ് കേട്ടോ ഇവന് ക്യാമറ വെച്ച് ആ പെൺകുട്ടിയെ മാറുന്നതെല്ലാം അതിൽ പിടിച്ചെടുത്ത് ആസ്വദിക്കുകയാണ്. പക്ഷേ അവൾ യാദൃശികമായി ജനലിലൂടെ നോക്കുമ്പോൾ ഇവൻ ഇതിങ്ങനെ കാണുന്നതും ഈ ഒരു കാറ് നിൽക്കുന്നതും ഇവന് കാണാണ്. അപ്പോൾ ഇവൾക്കൊരു സംശയം തോന്നി. ഇവളെന്ത് ചെയ്യും, പതിയെ കതക് തുറന്നിട്ട് ഈ പത്മയുടെ ആങ്ങളയുടെ മകൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ തൻ്റെ വേഷം മാറുന്ന ആ രൂപം കാണുമ്പോൾ അവളങ്ങ് പ്രതികരിക്കുകയാണ്. അതോടുകൂടി അവളെ അങ്ങ് കൊല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ആരും കാണാതെ പത്മയുടെ പറമ്പിൽ തന്നെ അങ്ങ് കുഴിച്ചിടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല കേട്ടോ. ഒരു മോതിരം മാത്രം തെളിവാവും. അങ്ങനെ പിന്നീടാണ് വേദയുടെ കല്യാണം. ആ കല്യാണ സമയത്ത് പെട്ടെന്ന് ഈ ഒരു ഡെഡ് ബോഡി, അതായത് ഈ പെൺകുട്ടി മിസ്സിങ് ആണ്, അതുവരെ ആ വീട്ടിലുണ്ടായിട്ടുണ്ട്, പിന്നീട് കാണാനില്ല എന്നുള്ള ആ പറച്ചിലൊക്കെ ആവുമ്പോൾ ഇവനാണ് യഥാർത്ഥ പ്രതി എന്ന് നന്ദിനി തെളിയിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആ കല്യാണം അങ്ങ് മുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പത്മ ഏകദേശം മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ഗംഗ ഇവരെ ഏറ്റെടുക്കുന്നത്. പത്മയുടെ ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയെയും പത്മ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പത്മ അങ്ങനെ തന്നെയാണ്, പത്മയുടെ മകൻ അങ്ങനെയാണ്. എന്തായാലും പത്മയുടെ കുടുംബം നമുക്ക് തകർക്കണം. അപ്പോൾ പത്മ ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നീട് തൻ്റെ ആങ്ങളയോട് മാപ്പൊക്കെ പറഞ്ഞ് പത്മ പതിയെ കൂടുന്ന സമയത്ത് ഈ സൂര്യയുടെ മുറിച്ചെറുക്കനുണ്ടല്ലോ, അതായത് പത്മയുടെ ആങ്ങളയുടെ മകള്, ആ മകളെ ഗംഗ ആരും കാണാതെ കൊല്ലുന്നുണ്ട് കേട്ടോ. അതൊരു മന്ത്രവാദിയെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് നന്ദിനിയുടെ സാരി അവളെ കൊണ്ട് ഉടുപ്പിച്ച് ആരും അറിയാത്ത ഒരു ഭാഗത്ത് കൊണ്ട് ഡെഡ് ബോഡി കൊണ്ടേ ഇടുന്നുണ്ട്. ഇത് ചെയ്തത് പത്മയാണെന്ന് പിന്നീട് വരുത്തി തീർക്കൂട്ടോ. അങ്ങനെ പോലീസ് വന്നിട്ട് പത്മയെ അറസ്റ്റ് ചെയ്യുന്ന ആ രംഗമെത്തുമ്പോൾ പത്മ ആകെ കുടുങ്ങി പോവുകയാണ് കേട്ടോ. ഈശ്വര, ഞാനല്ല. അപ്പോൾ ആ സമയം ആങ്ങളെയും തിരിഞ്ഞിട്ടുണ്ടാവും. ആങ്ങളെ പറയും, നീ എൻ്റെ മകനെ ജയിലിലാക്കി, എൻ്റെ മകളെ നീ കൊന്നു, നീ തന്നെയെന്ന്. പക്ഷെ ഒപ്പം നിൽക്കുന്ന ഗംഗയാണ് ഇത് ചെയ്തതെന്ന് ഉണ്ടാവില്ല. പക്ഷെ ആ സമയം നന്ദിനിക്ക് ചില സംശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നന്ദിനി ഓരോ സംശയങ്ങളായി പതിയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നന്ദിനി ഇങ്ങനെ പറയുകയാണ്, ഒരിക്കലും സൂര്യ സാറിൻ്റെ അമ്മ ഇത് ചെയ്യില്ല. സൂര്യ സാറിൻ്റെ അമ്മയ്ക്ക് വാശിയും ദേഷ്യമൊക്കെ ഉണ്ട്. അത് എന്നോട് മാത്രം, എന്നെ മാത്രമേ ഇഷ്ടമില്ലായുള്ളൂ. പക്ഷേ മറ്റുള്ളവരോട് ക്രൂരത ചെയ്യാനുള്ള ആ മനസ്സൊന്നും സൂര്യ സാറിൻ്റെ അമ്മയ്ക്കില്ല. അതുകൊണ്ട് തന്നെ സൂര്യ സാറിൻ്റെ അമ്മയല്ല ഇത് ചെയ്തതെന്ന് പോലീസിന് മുന്നിൽ പറയുകയാണ്. ഞാൻ ചില തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ വേദയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവള് ഡെഡ് ബോഡി കുഴിച്ചിടുന്ന സമയത്ത് പത്മയുടെ ആങ്ങളയുടെ മകൻ്റെ കയ്യിൽ മോതിരം അവിടെ വീണിട്ടുണ്ടാവും. അതിങ്ങനെ പോലീസിന് കൊടുക്കുകയാണ്. ഈ മോതിരം ആരുടേതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോൾ ഇത് ആരുടേതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ അറിയും എന്ന് പറയുമ്പോൾ ആ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ പല സമയങ്ങളിലായിട്ട് പത്മയുടെ കൂടെ എടുത്തിട്ടുണ്ടല്ലോ, അതങ്ങ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവൻ്റെതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയം ഇതിൽ എവിടെയാണ്, ആരാണ് ശരിക്കും പ്രതി? അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന പത്മ മേഡം ഇത് ചെയ്യില്ല, പത്മ മേഡത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പത്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകണേട്ടാ. ഈശ്വരാ, ഇങ്ങനെ ഒരു പെണ്ണിനെയാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന്. അപ്പോൾ ഇത് ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പോൾ എല്ലാം കൂടി ഒരുപാട് കഥകൾ കൂട്ടിയിട്ട് ഒരൊറ്റ കഥയാക്കി പറഞ്ഞതാണ്.